ഞാൻ പീറ്റർ, എൻ്റെ ചേട്ടൻ ജോജു. ഞങ്ങൾ പീറ്റ് ആൻഡ് ജോ കുട നിർമ്മാതാക്കൾ, പീറ്റ് ആൻഡ് ജോ ബ്രാൻഡിലെ കുട നിർമ്മാതാക്കളാണ്. ഞങ്ങൾ റെയിൻകോട്ടും നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ചേർത്തിട്ടാണ് പീറ്റ് ആൻഡ് ജോ എന്നുള്ള പേര് വന്നത്. ഞങ്ങളുടെ നേരത്തെയുള്ള പേര് ഇതായിരുന്നില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ പേര് സ്വീകരിച്ചിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഞങ്ങളുടെ നേരത്തെയുള്ള പേര് പ്യൂമ അംബ്രല്ല, കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പ്യൂമ കുടകളുടെ നിർമ്മാതാക്കളാണ് ഞങ്ങൾ. പക്ഷേ ജർമ്മൻ കമ്പനി പ്യൂമയായിട്ടുള്ള ഒരു ഫൈറ്റ്, അവർക്ക് അവരുടെ പേരവകാശം ചോദിച്ച് അവരത് ഡൽഹി ഹൈക്കോടതി വരെ പോവുകയുണ്ടായി. ഞങ്ങളൊരു 10 വർഷം അവരോട് ഫൈറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അവർക്ക് അനുകൂലമായിട്ട് കോടതി വിധി ഉണ്ടായി, പേരവകാശം അവർക്ക് പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റെയിൻകോട്ട് നിർമ്മാണം തുടങ്ങിയിരുന്നു. റെയിൻകോട്ട് നിർമ്മാണം ഞങ്ങൾ തുടങ്ങിയത് 2012 തുടങ്ങിയത്. പക്ഷേ അതൊരു കമേഴ്സ്യൽ രീതിയിൽ വന്നത് 2017 കൂടിയിട്ടാണ്. അന്ന് ഈ ഫൈറ്റ് നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. പ്യൂമ കമ്പനിയായിട്ട്, ജർമ്മൻ കമ്പനി പ്യൂമയായിട്ട് ഒരു ഫൈറ്റ് നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങളുടെ പേരിനെ ഒരു മാറ്റം ഉണ്ടാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻകോട്ടിന് പേര് പീറ്റ് ആൻഡ് ജോ എന്ന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങളുടെ രണ്ടാളുടെയും പേര് ചേർത്ത് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ തീരുമാനമായി. ആ പേര് നിലവിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്യൂമ എന്ന പേര് നഷ്ടപ്പെട്ടപ്പോൾ കുടയ്ക്കും ഞങ്ങൾ ആ പേര് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. 1970-കളിൽ എക്സ് സർവീസ്മാൻമാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കുട കമ്പനി ഉണ്ടായിരുന്നു. അപ്പച്ചൻ അതിലെ ഒരു ജോലിക്കാരനായിരുന്നു. അപ്പച്ചന് അവിടെ കിട്ടിയ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ആന്ധ്രയിൽ കുട വിൽക്കാനുള്ള ഡ്യൂട്ടിയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. പക്ഷേ അവിടെ കുട വിൽപ്പന വളരെ സാഹസികമായിരുന്നു. അത് സാധിക്കില്ലായിരുന്നു. കാരണം അവിടെ കുട എന്നതിനെക്കുറിച്ച് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ആ കമ്പനിക്ക് അത്ര സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ച പോലെ അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ അത് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് അപ്പച്ചൻ വിചാരിച്ചു ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അപ്പച്ചൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 1972 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കുറച്ച് തൊഴിലാളികളെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 4-5 തൊഴിലാളികളെ വെച്ചാണ് അപ്പൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്കന്ന് പ്രായം 5 വയസ്സ്, അനുജന് പ്രായം 3 വയസ്സ്. 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, അവർ കുറച്ചും കൂടി മുതിർന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ തൊഴിലിൻ്റെ ഭാഗമായിരുന്നു. അപ്പച്ചൻ്റെ ഫാക്ടറിയുടെ ഭാഗമായിരുന്നു, തൊഴിലാളികളായിരുന്നു ഞങ്ങളും അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പച്ചൻ കുട കമ്പനി തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിഷനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രധാനമായിട്ട് അദ്ദേഹം മനസ്സിലാഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് കാലങ്ങളിൽ കുട വളരെ വലിയൊരു ആഡംബര വസ്തുവായിരുന്നു, സാധാരണക്കാരന് പ്രാപ്യമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അന്ന് 70-കളിലൊക്കെ സ്വർണത്തിന്, 1 ഗ്രാം സ്വർണത്തിന് 15-16 ഉറുപ്പിക വിലയുണ്ടായിരുന്നുള്ളൂ. ഒരു കുടയ്ക്ക് 6-7 ഉറുപ്പിക വിലയാണ്. അപ്പോൾ ഒരു കുട സാധാരണക്കാരന് പ്രാപ്യമല്ല. പക്ഷെ ആ സാധാരണക്കാരന് പ്രാപ്യമാക്കുന്ന ഒരു വിലയിലോട്ട് ജനകീയമാക്കാനുള്ള ഒരു ശ്രമം അതെ അന്ന് തൊട്ട് ആരംഭിച്ചിരുന്നു. അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവണം, നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവണം. കൂടുതൽ കുട മാർക്കറ്റിലോട്ട് എത്തണം. വില വളരെ നിയന്ത്രിത രീതിയിലേക്ക് എത്തണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ. ആദ്യകാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യ വർഷം അപ്പച്ചൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 6000 കുടകളായിരുന്നു. അത് അന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. കാരണം ഇന്ന് കാണുന്ന കുടകളല്ല ഉണ്ടാക്കിയിരുന്നത്. എന്ന് വെച്ചാൽ മരക്കുടകളായിരുന്നു. അതിൻ്റെ A to Z വരെ വളരെ പ്രയത്നമേറിയ പണിയായിരുന്നു കുട നിർമ്മാണം. പിന്നീട് കുട എന്ന് പറയുന്നത് ആണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ 85-ന് ശേഷമാണ് 2 ഫോൾഡ്, 3 ഫോൾഡ്, 5 ഫോൾഡിലേക്ക് വന്നിരുന്നത്. അന്ന് ശ്രമകരമായ ജോലിയായിരുന്നു കുട നിർമ്മാണം. 6000 കുട അന്ന് ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദിവസം 2000 കുടയാണ്. അതാണ് ഇപ്പോഴത്തെ വ്യത്യാസം. പക്ഷേ കൂടുതൽ മെക്കാനിക്കലായിട്ടുള്ള മെക്കാനിസം ഇതിൽ വന്നു. കൂടുതൽ മെഷീൻസ് വന്നു. ലേബർ ഓറിയൻറ്റഡ് ആയിരുന്ന കുട ഇപ്പോൾ അത്രത്തോളം അല്ല. ലേബർ ഓറിയൻറ്റഡ് തന്നെ, പക്ഷേ അത്രത്തോളം ലേബർ ഓറിയൻറ്റഡ് അല്ലാത്ത രീതിയിലേക്ക് മെക്കനൈസേഷൻ വന്നു കുടയിൽ. അതുകൊണ്ടൊക്കെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ വിപണി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ല തന്നെയായിരുന്നു. തൃശ്ശൂർ ജില്ല മാത്രമല്ല, അപ്പച്ചൻ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും, അടുത്ത് കിടക്കുന്ന തൃശ്ശൂരിന് അടുത്ത് കിടക്കുന്ന പാലക്കാട്, മലപ്പുറം ജില്ലകളിലൊക്കെ
പോയി അപ്പച്ചൻ തന്നെ പോയി മാർക്കറ്റ് ചെയ്ത്. പക്ഷേ ഒരു കാര്യം, മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതൽ അന്നത്തെ വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്, വലിയ കാര്യം ഉൽപ്പാദനമാണ്. ഉൽപ്പാദന മേഖലയിൽ അന്ന് ധാരാളം ജോലിക്കാരെ ആവശ്യമുണ്ട്. ഉൽപ്പാദന പ്രക്രിയ തന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ആയിരുന്നില്ല അന്നത്തെ വലിയൊരു പ്രശ്നം. പ്രൊഡക്ഷനായിരുന്നു വലിയൊരു ഇഷ്യൂ ആയിരുന്നത്. അത് അപ്പച്ചൻ വളരെ ഭംഗിയായിട്ട് നേരിട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ലൊരു ഗുണനിലവാരമുള്ള കുട വളരെ മിതമായ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിലോട്ട് സീരിയസ് ആയിട്ട് വരുന്നത് എൻ്റെ LLB പഠനം കഴിഞ്ഞൊരു 23 വയസ്സിന് ശേഷമാണ്. അന്ന് ഞാൻ മാർക്കറ്റിങ്ങിലാണ്, എനിക്ക് കിട്ടിയ ഡ്യൂട്ടി മാർക്കറ്റിംഗ് ആയിരുന്നു. ഒരു കാര്യം അന്ന് മനസ്സിലായത്, ധാരാളം കുട കമ്പനികൾ അന്ന് കേരളത്തിൽ നിലവിലുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരാണ് തൃശ്ശൂർ അതിൻ്റെ കൊടകര ഈറ്റില്ലം. ഈറ്റിലായിരുന്നത്. കുട, തൃശ്ശൂരാണ് ഈറ്റില്ലം. കുട സ്വർണം, നിർമ്മാണത്തിൻ്റെ ടൈല്, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ. ഈറ്റില്ലം തൃശ്ശൂരാണ് ശരിക്കും. അപ്പോൾ തൃശ്ശൂർ തന്നെ 10-15 കമ്പനികളുണ്ട്. അതിൽ തന്നെ 4-5 കമ്പനികൾ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രമുഖ കമ്പനികളായിരുന്നു, ബ്രാൻഡഡ് കമ്പനികളായിരുന്നു. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല അന്ന് വലിയ കമ്പനികൾ നിലവിലുണ്ട്. മാൻമാർക്ക്, സൂര്യമാർക്ക്, പിന്നെ കിളിമാർക്ക് കുടകൾ, കൊളംബോ, പോപ്പി എല്ലാം അന്ന് സെയിൻറ്റ് ജോർജ് ആയിരുന്നു. അത്തരം വലിയ കമ്പനികളോടാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടതായിട്ട് വന്നിരുന്നത്. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. എങ്ങനെ ഇവരോട് ഏറ്റുമുട്ടും എന്നുള്ള ചിന്തയാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് ഒരു കാര്യം മനസ്സിലായി, ഇതിന് നല്ല വിപണിയുണ്ട്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്ത് ആകാനായിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് ഇതിലുണ്ട്. ക്വാളിറ്റി അത് ഗുണനിലവാരത്തോടെ ഉണ്ടാക്കാന്നുള്ളത്. കാരണം കേരളത്തിലെ പ്രത്യേകത, ലോകത്ത് തന്നെ ഏറ്റവും നല്ല കുട ഉണ്ടാവുന്നത് കേരളത്തിൽ നിന്നാണ്. അതിന് 2-3 കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിൻ്റെ കാലാവസ്ഥ വളരെ ഹെവി റെയിനാണ്, കാറ്റ്, ശക്തമായ കാറ്റുള്ള പ്രദേശമാണ്. രണ്ടാമത്, ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സമൂഹം. മൂന്നാമത്, കൺസ്യൂമർ അവയർനെസ്. ഓരോ കൺസ്യൂമർക്കും അവൻ്റെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഒരു കുട ഒരു തുള്ളി ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവൻ കൺസ്യൂമർ കോർട്ടിലോട്ട് പോകുന്നതാണ് കാലം. അതുപോലെ ഈ ഒരു 3 ഫോൾഡ് കുട എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കമ്പിയിലെ 7 ജോയിൻറ്റ്, അത് മൊത്തം ഒരു കുടയിൽ 56 ജോയിൻറ്റ് വരും. ഈ ആ ജോയിൻ്റ് എന്ന് പറയുന്നത് ഐലറ്റുകളാണ്. ഐലറ്റുകൾ വഴിയാണ് ജോയിൻ്റ് ഉണ്ടാക്കുന്നത്, ഫോൾഡ് ചെയ്യാൻ, റിവിറ്റുകൾ. അപ്പോൾ ഈ ഐലറ്റ് ഒരെണ്ണം വിട്ട് കഴിഞ്ഞാൽ ആ കുട ഒടിഞ്ഞു, കമ്പി ഒടിഞ്ഞു എന്ന് പറഞ്ഞ് കോടതിയിലോട്ട് പോകുന്ന സംഭവങ്ങൾ വരെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വലിയ വെല്ലുവിളി. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഗുണനിലവാരത്തോടെ കേരളത്തിലൊരു കുട ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളത്. അത് പ്രമുഖരായിട്ടുള്ള 1-2 കമ്പനികൾ, അതാണ് അവർക്കും വെല്ലുവിളി. അതാണ് ആ രീതിയിലാണ് അവർ അതിനെ നേരിടുന്നത്. അപ്പോൾ ഞങ്ങൾക്കും നേരിടേണ്ടി വരുന്ന പ്രധാന പ്രശ്നം ക്വാളിറ്റി, ഗുണനിലവാരം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതും ഒരു റീസണബിൾ പ്രൈസ് റേറ്റിൽ. അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പോണൻസ്, പ്രധാനമായിട്ട് അതാണ് കാര്യം. നല്ല കമ്പോണൻസ് ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലാരും കമ്പോണൻസ് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്നത് ബോംബെയിൽ, കൽക്കട്ടയിൽ, രാജസ്ഥാനിൽ, അത് ഇന്ത്യയിൽ. അതും ഇപ്പോൾ 30% താഴെയാണ് ഇന്ത്യയിൽ നിന്നുള്ള കമ്പോണൻസിൻ്റെ പ്രൊഡക്ഷൻ. ബാക്കി 70% ഉൽപ്പാദിക്കുന്നത് തായ്വാനും ചൈനയാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടങ്ങളിൽ പോയിട്ട്, ചൈനയിലും തായ്വാനിലും പോയിട്ട് ഈ ഗുണനിലവാരമുള്ള കമ്പോണൻസ് ഉണ്ടാക്കി വാങ്ങുക എന്നുള്ളതാണ്. കാരണം അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് ലോകത്താകെ സപ്ലൈ ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റാണ്. ആ കമ്പോണൻറ്റിന് കേരളത്തിലെ വലിയ സാധ്യതകൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പറഞ്ഞ പോലെ ശക്തമായ കാറ്റിനെയും മഴേനെയും നേരിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ളതല്ല അവരുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വെല്ലുവിളിയാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. അത് ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ പോയി പല കമ്പനികളെയും സമീപിച്ച് നമ്മളുടെ സ്പെസിഫിക്കേഷൻസ് അവർക്ക് കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ പറയും പോലെ ഉണ്ടാക്കി വാങ്ങണം. അപ്പോൾ അത് വലിയൊരു റിസ്ക്കുള്ള കാര്യമാണ്. കാരണം അതിന് ക്വാണ്ടിറ്റി ആവശ്യമാണ്, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ക്വാളിറ്റി തന്നെയാണ് അവർ കൃത്യമായിട്ട് അയച്ചതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത്, അതാണ് പ്രധാന വെല്ലുവിളി കുട കമ്പനികളുടെ. ചൈനക്കാർ കുറഞ്ഞ ക്വാളിറ്റി മാത്രമല്ല ഉണ്ടാക്കുന്നത്, നല്ല ക്വാളിറ്റി ഉണ്ടാക്കും. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള ക്വാളിറ്റിയാണ് അവരുണ്ടാക്കി തരുന്നത്. അതെ. ചൈനക്കാരന് ഏത് ക്വാളിറ്റി ഉണ്ടാക്കാനായിട്ട് അവന് സാധിക്കും, നമ്മൾ ആവശ്യപ്പെടുന്ന പോലെയാണ്. പക്ഷേ അവനുണ്ടാക്കുന്ന ഒരു ജനറലായിട്ടൊരു ഐറ്റം നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് കുട ഉൽപ്പാദിപ്പിച്ചാൽ നല്ല കുടയാവില്ല. അതാണ് കേരളത്തിലുള്ള കുട കമ്പനികളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. 1972 അപ്പച്ചൻ കുട കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് റോസ് ബ്രാൻഡ് എന്നായിരുന്നു, സദേൺ അംബ്രല മാർട്ട് കമ്പനിയുടെ പേര്.
കാലം ചെല്ലുന്തോറും ഞങ്ങളൊക്കെ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നി. അന്ന് തൃശ്ശൂർ അമ്പർല മാർട്ട് എന്നുള്ള പേര് സ്വീകരിച്ചു. അപ്പോൾ തൃശ്ശൂരിനോട് ചേർന്ന പൂരം ബ്രാൻഡ്, പൂരം കുടകൾ എന്നായിരുന്നു അന്ന് തുടക്കത്തിൽ അതിന് പേര് നൽകിയിരുന്നത്. പിന്നീട് അത് മനസ്സിലാക്കി അത് ജനകീയമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പൂരം കുടകൾ എന്നുള്ള ബ്രാൻഡ് എന്ന് വന്നപ്പോൾ ഞങ്ങൾ പ്യൂമ എന്ന പേര് സ്വീകരിച്ചു. അത് 1994 അത്. അങ്ങനെ പ്യൂമ മുന്നോട്ട് പോകുന്ന കാലത്ത് ഞങ്ങൾ നന്നായി പരസ്യം ചെയ്തിരുന്നു. പ്യൂമ വ്യത്യസ്തമായിട്ടുള്ള കുടകളും മറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ പരസ്യം ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ജർമ്മൻ കമ്പനി പ്യൂമയുണ്ട്, അവരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒന്ന് വന്നു അത്. അപ്പോൾ അവർ നോട്ടീസ് അയച്ചു. 2005 മറ്റോ ആണ് അവർ നോട്ടീസ് അയക്കുന്നത്. നോട്ടീസ് അയച്ചു. അതിനു മുമ്പ് ഞങ്ങളത് ട്രേഡ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനായുള്ള ആപ്ലിക്കേഷൻ മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവർ അന്ന് മുതൽ ഞങ്ങളെ ഇതുപോലെ നോട്ടീസ് അയക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഞങ്ങളെ പിന്തുടർന്നിരുന്നു. അപ്പോൾ ഞങ്ങളും അതിനോട് ഫൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ 2020 ആയപ്പോഴേക്കും അവരത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുകയും അവരത് ഡൽഹി ഹൈക്കോടതിയിൽ വലിയൊരു കേസാക്കി മാറ്റി. പിന്നീട് അവരുടെ പ്രക്രിയകൾ കൊണ്ട് അവരുടെ പേരവകാശം അവർക്ക് കിട്ടുകയും ചെയ്തു. ഞങ്ങൾക്ക് പേര് നഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ റെയിൻകോട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. റെയിൻകോട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന് ഈ ഫൈറ്റ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചു ഇനി ഇതിന് ഈ പേര് കൊടുക്കണ്ട, പ്യൂമ എന്നുള്ള പേര് ഇതിന് വേണ്ട, പകരം ഞങ്ങളുടെ രണ്ടാളുടെയും പേര് ചേർത്ത് പീറ്റ് ആൻഡ് ജോ എന്ന പേര് കൊടുക്കാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ പീറ്റ് ആൻഡ് ജോ എന്നുള്ള പേരിലാണ് റെയിൻകോട്ട് നിർമ്മാണം തുടങ്ങി വെച്ചത്. ഇപ്പോഴും റെയിൻകോട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പീറ്റ് ആൻഡ് ജോ എന്നുള്ള ബ്രാൻഡിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ 2020 ഈ പേര് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഇനിയിപ്പോൾ ആ പേരിൻ്റെ പിന്നാലെ പോയി ഒരുപാട് നമ്മളെ സമയവും പണവും നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതി ഞങ്ങളത് പീറ്റ് ആൻഡ് ജോ എന്നുള്ള ഞങ്ങളുടെ ബ്രാൻഡ് കുടയ്ക്കും സ്വീകരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പ്യൂമ എന്നുള്ള പേര് ഞങ്ങൾ ഒഴിവാക്കി പീറ്റ് ആൻഡ് ജോ എന്നുള്ള ബ്രാൻഡ് സ്വീകരിക്കുന്നു. പ്യൂമ ഞങ്ങൾ ബ്രാൻഡ് ചെയ്തിരുന്ന കാലത്ത് അത് നല്ല നിലയ്ക്ക്, അതായത് പ്രമുഖ 2 കമ്പനികൾ കഴിഞ്ഞാൽ അടുത്ത ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള കുടകൾ കൊടുക്കാൻ സാധിച്ചു. അത്തരം കുടകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കുടകൾ ഞങ്ങൾ മാർക്കറ്റിൽ അവതരിപ്പിച്ചു. ടെഫ്ലോൺ കുട പോലുള്ള കുടകൾ, ടിൻറ്റുമോൻ കുട, അത്തരം കുടകൾ ഞങ്ങൾ മാർക്കറ്റിൽ അവതരിപ്പിക്കുകയും ജനങ്ങളത് വളരെ വലിയ തോതിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പ്യൂമ ഞങ്ങൾക്ക് വലിയൊരു ബ്രാൻഡാക്കി മാറ്റാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്യൂമ എന്ന പേര് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, പീറ്റ് ആൻഡ് ജോ എന്നുള്ള പേര് ഞങ്ങൾക്ക് അതുപോലെ ജനകീയമാക്കാൻ സാധിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം സംശയമില്ലാതെ പറയാൻ പറ്റും, നല്ല ക്വാളിറ്റി അത് മിതമായ വിലയിൽ കൊടുക്കാൻ സാധിച്ചാൽ ഏത് ബ്രാൻഡും, നിങ്ങൾ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, വിജയിപ്പിക്കാൻ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നല്ല മാർക്കറ്റിംഗ് രീതികൾ ഉണ്ടാവണം, നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം, പിന്നെ നല്ല രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുക്കാൻ സാധിക്കണം, കാലത്തിനൊപ്പം സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് കൊണ്ടുവരണം. ഇപ്പോൾ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. സത്യത്തിലെ കുടയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അത്രയധികം വില മതിക്കാത്ത ഒരു ഉൽപ്പന്നമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കുട നിർമ്മാണം വളരെ സങ്കീർണതയുള്ള ഒരു പ്രക്രിയയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 ഫോൾഡ് കുടയുടെ അതിൻ്റെ മെയിൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്, 3 ഫോൾഡ് കുടയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മെയിൻ ഷാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഇത് 3 പൈപ്പുകൾ ചേരുമ്പോഴാണ് 3 ഫോൾഡ് ആവുന്നത്. ഇത് 8mm, ഇത് 9mm, ഇത് 10mm. ഈ 3 പൈപ്പുകൾ വരുന്നത് ഓരോ പൈപ്പിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൈപ്പ്, ഇത് 8mm പൈപ്പാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എല്ലാ ഭാഗത്തും ഇവിടുന്ന് മുതൽ ഇവിടം വരെ 8mm തന്നെയായിരിക്കണം. അതുപോലെ ഇവിടുന്ന് 9mm റേഡിയസ് ഉള്ളത് ഈ എല്ലാ ഭാഗത്തും 9mm റേഡിയസ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ഇതിൻ്റെ അകത്തേക്ക് കൃത്യമായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളിപ്പോൾ നല്ല ശക്തമായിട്ടുള്ള കാറ്റ് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വളയാനായിട്ടുള്ള അല്ലെങ്കിൽ ബെൻഡാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കുട പിന്നീട് ഈ പൈപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇത്ര സ്മൂത്തായിട്ട് സഞ്ചരിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ പൈപ്പിൻ്റെ കനം ഞങ്ങൾ ഉപയോഗിക്കുന്നത് 0.40 പൈപ്പുകളാണ്. അത് ആ കനം നിർബന്ധമായിട്ടും ട്യൂബുകൾക്ക് വേണം. ഈ മാർക്കറ്റിൽ വരുന്ന ഇത്തരം ഷാഫ്റ്റുകൾക്ക് 0.25 മുതൽ
3-5 വരെയാണ് മാക്സിമം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ചൈനയിലോ തൈവാനിലോ പോയിട്ട് ഇത് പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഈ റേഡിയസ് കറക്റ്റായിട്ടുള്ള പൈപ്പ് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ റേഡിയസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടിയാണ് ഈ പൈപ്പിനെ കറക്റ്റ് റേഡിയസിലേക്ക് ആക്കിയെടുക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് ഇതിന് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇവിടുന്ന് മുതൽ ഇവിടെ മുതൽ 8 mm, ഇവിടുന്ന് മുതൽ ഇവിടെ വരെ 9 mm, ഇവിടുന്ന് മുതൽ വരെ 10 mm എന്നുള്ള രീതിയിൽ കൃത്യമാക്കിയിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഇൻസൈഡ് ഡ്രോ ഔട്ട്സൈഡ് ഡ്രോ മാത്രമല്ല, അതിൻ്റെ ഇൻസൈഡ് ഡ്രോ ചെയ്യുന്ന സമയത്ത് ഇൻസൈഡിൽ ഒരു പോളിഷിങ് നടക്കും. ആ പോളിഷിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത്. കാരണം മഴവെള്ളം ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. തുരുമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ തുരുമ്പിക്കാതിരിക്കണമെങ്കിൽ ഈ ഇൻസൈഡ് പോളിഷ് വളരെ നിർബന്ധമാണ്. അത് ഇൻസൈഡ് ഡ്രോ ചെയ്താൽ തന്നെ അതങ്ങനെ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഔട്ട്സൈഡിൽ ചെയ്യുന്ന പോളിഷിങ് അല്ലെങ്കിൽ പ്ലേറ്റിംഗ്, ഇത് നല്ല രീതിയിലുള്ള പ്ലേറ്റിംഗ്. അതിന് ഇത്ര മൈക്രോൺ പ്ലേറ്റിംഗ് വേണമെന്ന് നിർബന്ധമുണ്ട്. അത്രയും മൈക്രോൺ ചെന്നാൽ ഇത് തുരുമ്പിക്കാതിരിക്കുള്ളൂ. അപ്പോൾ തുരുമ്പിക്കാതിരിക്കാനായിട്ട് ഇത്രയും മൈക്രോൺ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മൈക്രോണിൽ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുരുമ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത്രയും മൈക്രോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഷാഫ്റ്റിൽ തന്നെ ശ്രദ്ധിക്കാനുണ്ട്. ഈ കുതിരകളെ ശ്രദ്ധിച്ചോ? ഇത് ഇരുമ്പിൻ്റെ ലോഹം ഇരുമ്പാണെന്നുണ്ടെങ്കിൽ അത് തുരുമ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് ബ്രാസ് തന്നെ ഉപയോഗിക്കണം. ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ബ്രാസ് കുതിരകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എക്സ്ട്രാ കോസ്റ്റ് അതിന് വരും. അതുപോലെ നോക്കൂ നിങ്ങൾ, ഈ ചക്ക് എന്ന് പറയുന്ന നോച്ച്, ഈ നോച്ചിൻ്റെ സ്ലോട്ട് നമ്മൾ തീരുമാനിക്കണം. അതായത് കമ്പി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇരുന്നാലേ ഇത് ടിൽറ്റ് ചെയ്യാതിരിക്കുള്ളൂ. കുട ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഇത് എന്ത് കുടയാണെന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും. അത് കുട പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിങ്ങനെ ടിൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലോട്ടുകൾ വരെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ മോൾഡിങ് ചെയ്യുന്ന ആളോട് പ്രത്യേകം പറഞ്ഞ് മോൾഡ് ഉണ്ടാക്കി അങ്ങനെയാണ് അത് ചെയ്തു കൊണ്ടുവരുന്നത്. അങ്ങനെ അത് റണ്ണറിലും അത് തന്നെ കാര്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഷാഫ്റ്റിൽ മാത്രമുണ്ട്. അതാണ് കുടയുടെ സങ്കീർണത എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ 3 ഫോൾഡ് കുടയുടെ കാര്യം ഞാൻ പറയുന്നത്. 5 ഫോൾഡിലെത്തുമ്പോൾ ഇതിലേറെ സങ്കീർണതകളുള്ളതാണ്. അതിൻ്റെ ഷാഫ്റ്റ് അലുമിനിയാണ്, കുടയുടെ കനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അലുമിനിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിൽ ധാരാളം അതിൻ്റെ ഈ ജോയിൻറ്റുകൾ, ഇത് കുട മടങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അതിന് ജോയിൻറ്റുകൾ വേണം. അപ്പോൾ പിൻ ബോളുകൾ വേണം. ഈ പിൻ ബോളെല്ലാം വളരെ ശ്രദ്ധയോടെ അതിസങ്കീർണതയോടെ നിർമ്മിക്കുന്നതാണ്. സാധാരണ ഒരു കൺസ്യൂമർക്ക്, ഒരു ഉപഭോക്താവിന് ഇതേക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ കുട നിർമ്മാതാക്കൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന് നല്ല കമ്പോണൻസ് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു കുട നല്ല എന്ന് പറഞ്ഞ് ജനിക്കുന്നത്. നോക്കൂ, ഒരു കുട ആവണമെങ്കിലേ ഒരു കമ്പനി ലോകത്ത് എവിടെയും ഒരു കുടയുടെ കമ്പോണൻസ് എല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് കുട നിർമ്മിക്കുന്ന രീതിയില്ല. കാരണം അത് സാധിക്കില്ല. അത്രയധികം കമ്പോണൻസ് ഒരു കുടയിൽ വരുന്നുണ്ട്. നോക്കൂ, ഒരു 5 ഫോൾഡ് കുടേനെ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിലേ നമുക്ക് തുടക്കം തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ചക്ക് എന്ന് പറയുന്നത് ഇതൊരു ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റണ്ണർ എന്ന് പറയുന്നത് ഇത് മറ്റൊരു ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ട്യൂബ് ഷാഫ്റ്റ് ഇത് മറ്റൊരു ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. കമ്പികൾ മറ്റൊരു ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നത്. കമ്പി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ഒരിക്കലും ഇതിൻ്റെ ജോയിൻറ്റുകൾ ഐലറ്റ് ഉണ്ടാക്കുന്നില്ല. ഐലറ്റ് ഉണ്ടാക്കുന്നത് മറ്റൊരു ഫാക്ടറിയിലാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ തുണി ഉണ്ടാക്കുന്നത് തൈവാനിലെ ഫോർമോസ ടഫറ്റ് കമ്പനീനെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ടുകൾ, ഈ ഫെറൂള്, അതുപോലെ ഇതിൻ്റെ ഹാൻഡിൽ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ ബോംബെയിലും കൽക്കട്ടയിലുള്ള കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നോക്കൂ, ഇതിൻ്റെ ബട്ടൺ ഇതുണ്ടാക്കുന്നത് മറ്റൊരു കമ്പനിയില്ല. ബട്ടൺ ഞങ്ങൾ വാങ്ങി ഇത് സ്ട്രാപ്പ് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള കമ്പോണൻസ് വിവിധങ്ങളായ ഫാക്ടറികളിൽ നിന്ന് വന്നിട്ട് വേണം ഈ കമ്പോണൻസ് ചേർത്ത് നല്ലൊരു കുട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട നിർമ്മാണം എന്ന് പറയുന്നത് അതിസങ്കീർണമാണ്. ഇത്തരത്തിലുള്ള കമ്പോണൻസ് ഇവിടെ വന്നിട്ട് ഇതെല്ലാം നമ്മൾ ആദ്യം ഇതിൻ്റെ നോച്ചും റണ്ണറും ചേർത്ത് ഒരു ട്യൂബിലോട്ട് പിടിപ്പിച്ച് അത് കമ്പികൾ ചേർത്ത് കെട്ടുന്നു. അങ്ങനെ അതിനെ ഫ്രെയിമാക്കുന്നു. ഫ്രെയിമാക്കി അതവിടെ വെച്ച് കഴിഞ്ഞാൽ തുണി റോൾ തുണിയാണ് വരുന്നത്. അത് വലിയ രീതിയിലുള്ള ചൈനയിൽ നിന്നും തൈവാനിൽ വരുന്ന തുണികൾ, നൈലോൺ തുണികളുണ്ട്, അതുപോലെ തന്നെ പോളിസ്റ്റർ തുണികളുമുണ്ട്. ഇത് 65 വീതിയുള്ള തുണിയാണ് വരുന്നത്. ആ തുണികളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഓരം അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഓരം അടിച്ച് അത് പിന്നീട് 8 പാളിയും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കവറാക്കുന്ന രീതി.
അത് കഴിഞ്ഞാൽ അതിൻ്റെ മൂടടിക്കാമെന്ന് ഞങ്ങൾ മലയാളത്തിൽ പറയും, ഇവിടെ തൃശ്ശൂർ ഭാഷയിൽ മൂടടിക്കാമെന്ന് പറയും. അതിന് ഇപ്പോൾ മെഷീനുണ്ട്. പണ്ടത് തുന്നി പിടിപ്പിക്കുകയായിരുന്നു. കാരണം പിന്നി പോവാതിരിക്കാൻ, അതിൻ്റെ മൂട് ഭാഗത്തു നിന്ന് പിന്നി പോവാതിരിക്കാനായിട്ട് അത് മൂടടിച്ച് വരണം. അത് മുമ്പൊക്കെ കൈകൊണ്ട് ചെയ്തിരുന്നപ്പോൾ ഒരു ഒരു എണ്ണം ചെയ്യാൻ, ഒരു കവറ് ചെയ്യാനായിട്ട് ഏതാണ്ട് 4 മിനിറ്റ് എടുത്തിരുന്നിടത്ത് ഇപ്പോൾ ഒരു കവർ ചെയ്യാൻ 4 സെക്കൻഡോ 5 സെക്കൻഡോ എന്ന രീതിയിലേക്ക് വന്നു മെഷീൻ വന്നപ്പോൾ. അപ്പോൾ അത് മെക്കനൈസേഷൻ കൊണ്ട് അത് വലിയ ഗുണമുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അത് ഈ കമ്പികളിലേക്ക് ചേർത്ത് പിടിപ്പിക്കുക. ചേർത്ത് പിടിപ്പിക്കുന്നത് മുമ്പ് കൈകൊണ്ട് തുന്നുന്ന രീതി തന്നെയായിരുന്നു. അതും ഒരു 8 കമ്പി ചേർത്ത് തയ്ച്ച് തുന്നി പിടിപ്പിച്ച് വരാനായിട്ട് ഏതാണ്ട് ഒരു 6 മിനിറ്റ് സമയം എടുത്തിരുന്നിടത്ത് ഇപ്പോൾ മെഷീൻ വന്നിട്ടുണ്ട്. ആ മെഷീൻ എടുക്കുന്ന സമയം ഏതാണ്ട് ഒരു 20 സെക്കൻഡ് മാത്രമാണ് ഒരു കുട നിർമ്മിക്കുന്ന അടുത്ത്. അപ്പോൾ മെക്കനൈസേഷൻ നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ലേബേഴ്സിനെ കുറയ്ക്കാൻ അതുകൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. ലേബേഴ്സിനെ പഴയ പോലെ ഈ മേഖലയിൽ കിട്ടാനും വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ കവറ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ് മൂടടിച്ചു. അത് കഴിഞ്ഞാൽ ഇത് ചുറ്റി കെട്ടാനായിട്ടുള്ള സ്ട്രാപ്പ് അതുമേ ബന്ധിപ്പിക്കണം. അപ്പോൾ സ്ട്രാപ്പ് നമ്മൾ തയ്യാറാക്കി വെക്കണം. സ്ട്രാപ്പ് തയ്യാറാക്കി വയ്ക്കാൻ സ്ട്രാപ്പ് ഡബിൾ നീഡിലുള്ള മെഷീനിൽ തയ്ച്ചെടുക്കും. അത് തയ്ച്ചെടുത്ത് അത് ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്ത് അതിന്മേ രണ്ടറ്റത്തും ബട്ടൺ പിടിപ്പിച്ച്, നമ്മളെ പ്രസ് ബട്ടണാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് സ്റ്റീൽ ബട്ടൺ, അത് തുരുമ്പിക്കാതിരിക്കാനായിട്ടുള്ള രീതിയിലുള്ള നല്ല പോളിഷ്, നല്ല പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള ബട്ടണുകൾ അതുമേ പിടിപ്പിച്ച് അത് ഈ കവറുമേ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഈ കമ്പികളിൽ ചേർത്ത് തയ്ച്ചതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ മറ്റ് ഫിനിഷിംഗ് പണികൾ വരുന്നത്. അതിനെ ഫെറൂള് ധരിപ്പിക്കണം, ഹാൻഡിൽ ഫിറ്റ് ചെയ്യണം. ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആണി അല്ലെങ്കിൽ സ്ക്രൂ, അതല്ലാന്നുണ്ടെങ്കിൽ ചില ഇനം ഹാൻഡിലുകൾ നമ്മൾ പേസ്റ്റിംഗ് നടത്തും. ഇപ്പോൾ വുഡൻ ടൈപ്പ് കുടകളിലൊക്കെ പേസ്റ്റിംഗാണ് കൂടുതൽ പ്രായോഗികമായിട്ടുള്ളത്. ആണി അതിന്മേൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനായിട്ട്, ഹാൻഡിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പേസ്റ്റിംഗ് ചെയ്യണം. അങ്ങനെ ധാരാളം പ്രക്രിയകളിലൂടെയാണ് ഒരു കുട നിർമ്മിച്ചു വരുന്നത്. നമുക്ക് പ്രമുഖ ബ്രാൻഡുകൾ കേരളത്തിലുണ്ടായിരുന്നു. കുട നിർമ്മാണ രംഗത്ത് അതിപ്രധാനമായിട്ടുള്ള ബ്രാൻഡുകളുണ്ട ഒരു സ്ഥലമായിരുന്നു കേരളം. പക്ഷേ ഇപ്പോൾ നിലവിൽ 2 or 3 കമ്പനികൾ മാത്രമാണ് ഒരു ബ്രാൻഡിങ് രീതിയിലോട്ട് വന്നിട്ടുള്ളത്. അതിലെ ഒരു കമ്പനിയാണ് ഞങ്ങളുടേത്. അങ്ങനെ ആവാൻ പല കാരണങ്ങളുമുണ്ട്. ജനം ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായത് അതിൻ്റെ ഗുണനിലവാരവും അതുപോലെ തന്നെ അതിൻ്റെ വിലയും, മിതമായ വിലയും. ഇത് ജനകീയമാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവണം. കുടയുടെ വില 600-700 പറഞ്ഞാൽ ഇന്ന് കാലത്ത് ആരും വാങ്ങില്ല. അപ്പോൾ വില തോതായിരിക്കണം. അതുപോലെ തന്നെ അതിലെ ഗുണനിലവാരം വളരെ പ്രധാനപ്പെട്ട ഗുണനിലവാരം നമ്മൾ ശ്രദ്ധിക്കണം. ഈ രീതിയിലോട്ട് ഞങ്ങൾ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ജനകീയമാക്കാനും അല്ലെങ്കിൽ ഒരു 3ാമത്തെ ബ്രാൻഡിലോട്ട് വരാനും സാധിച്ചത്. അതുകൂടാതെ ഇപ്പോൾ കുട എന്നുള്ളത് ഒരു പരസ്യ രീതിയിലേക്ക്, അതായത് കോർപ്പറേറ്റ് കമ്പനികൾക്കൊക്കെ പരസ്യം ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ഉപാധിയായിട്ട് മാറിയിട്ടുണ്ട് കുട. ആദ്യകാലങ്ങളിലൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നത് ബോംബെ എന്നുള്ള കുടകളിലായിരുന്നു. കാരണം ബോംബെ നിന്ന് വരുന്ന കുടകൾക്കൊക്കെ വില കുറവുണ്ട് എന്നുള്ള കാരണത്താലായിരുന്നു അത്. പക്ഷേ പിന്നീട് അവരൊരു കാര്യം മനസ്സിലാക്കി. അവരുടെ ബ്രാൻഡ് കുടയിൽ ചെയ്തിട്ട് ആ കുട ഗുണനിലവാരമില്ലാത്ത കുടയായിട്ട് മാറുമ്പോൾ അത് അവരുടെ ബ്രാൻഡുകളെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അവർ എവിടെയാണ് നല്ല കുടകൾ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് കേരളത്തിലോട്ട് വന്നു. കേരളത്തിലോട്ട് വന്നപ്പോൾ പ്രമുഖ ബ്രാൻഡുകളൊന്നും വില നിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ വില കുറഞ്ഞ രീതിയിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ഞങ്ങളും ആലോചിച്ചു, വലിയൊരു ക്വാണ്ടിറ്റിയൊക്കെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും മറ്റും ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വില തോതിൽ ഞങ്ങൾക്ക് കൊടുക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് ഞങ്ങൾ അത്തരം ഓർഡറുകളെ സ്വീകരിക്കാൻ തുടങ്ങി. അവർക്കും അത് വലിയൊരു കാര്യമായിട്ട് മാറി. കാരണം വില നിയന്ത്രിതമായിട്ടുള്ളൊരു വില, നല്ല ക്വാളിറ്റി എന്ന് വരികിൽ അവർ ഞങ്ങൾക്ക് ധാരാളം ഓർഡറുകൾ തരാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാന പ്രൊഡക്ഷൻ്റെ ഭാഗവും ഏതാണ്ട് ഒരു 30% പ്രൊഡക്ഷൻ ഞങ്ങൾ ഇത്തരം കോർപ്പറേറ്റ് ഓർഡറുകൾക്കായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഡെയിലി ഏതാണ്ട് ഒരു 2000 കുടയാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ വരുന്നത്. ഇത് ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ നല്ലൊരു സീസണിൽ ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഒരു മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിലാണ് ഞങ്ങൾ ഇത്തരം ഓർഡറുകൾ സ്വീകരിക്കുകയും അത് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അതാണ് അതിനുള്ള മറ്റൊരു ഗുണം. നമ്മൾ പറഞ്ഞല്ലോ, തൃശ്ശൂർ ഒരു
കുടയുടെ ഈറ്റിലായിരുന്നു കുട കുട നിർമ്മാണത്തിന്റെ ഏറിയ പങ്കും തൃശ്ശൂരാണ് നടന്നിരുന്നത്. സൗത്ത് ഇന്ത്യയിലെ കുടയുടെ ഐറ്റെല്ലാം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരായിരുന്നു. അതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിനുണ്ടാക്കിയിരുന്ന കുടകള് നല്ല വർണ്ണാഭമായ കുടകള്. അത് അപ്പൊ തൃശ്ശൂരാണ് ഈ കുട നിർമ്മാണത്തിന്റെ ഏരിയ, അല്ലെങ്കിൽ അതാണ് അല്ലെങ്കിൽ കുടയോടെ ഒരു വൈകാരികത തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റം തന്നെ അറിയാലോ. പ്രത്യേകിച്ച് അത് തൃശ്ശൂര് നൂറ്റാണ്ടുകളായിട്ട് അതുണ്ട്. അത് തൃശ്ശൂർക്കാർക്ക് കുടയോടുള്ള വൈകാരികത തന്നെയാണ് തൃശ്ശൂരിനെ ഈ കുടയുടെ ഇറ്റിലാക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കുട അവരുടെ ഒരു വികാരമാണ്. തീർച്ചയായിട്ടും. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതില് ഏറ്റവും തിരക്കുള്ളൊരു പ്രോഗ്രാമാണ് കുടമാറ്റം. അതിന് താഴെ എലഞ്ഞിത്തറമേളം, പാണ്ഡ്യമേളം തുടങ്ങി വരുന്നത്. അപ്പോ കുട എന്ന് പറയുന്ന ഒരു വികാരമാണ് തൃശ്ശൂർ നൂറ്റാണ്ടുകളായിട്ട്. അപ്പോൾ ഞങ്ങളെ ഈ പീറ്റ് ആൻഡ് ജോ എന്ന് പറയുന്ന കുട തൃശ്ശൂർക്കാര് വളരെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. സത്യത്തില് പീറ്റ് ആൻഡ് ജോ എന്ന് പറയുമ്പോ ഇത് തൃശ്ശൂരിന്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് മിക്കവാറും അറിയില്ല. തൃശ്ശൂരിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. പിന്നെ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ക്രെഡിബിലിറ്റി കൂടുതലാ, കാരണം സ്വീകാര്യത കൂടുതലാണ്. അതെ. തൃശ്ശൂരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്തിനും, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നുള്ള സർവീസിന് പോലും, തൃശ്ശൂരിൽ നിന്നുള്ള പല ഉൽപ്പന്നങ്ങൾക്കും ഒരു വിശ്വാസ്യത കേരളത്തിൽ അങ്ങോളം ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരു ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ഏത് ബിസിനസ്സിലും ഉള്ള പോലെ ഇതിലും വളരെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും പീറ്റ് ആൻഡ് ജോ 53 കൊല്ലമായിട്ട് ഇവിടെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ നമ്മൾ ക്വാളിറ്റിയും വ്യത്യസ്തതയും പുലർത്തുകയും ചെയ്താൽ അതൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. വ്യവസായത്തിൽ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നിടത്ത് ഒരു മറ്റേ കുളുക്ക് വിദ്യകളൊന്നുമില്ല, നടക്കില്ല. അതിലെ ഒരു മാന്ത്രികതയൊന്നുമില്ല. അതിൽ മാന്ത്രികത എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്ക്, അതുപോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നം ജനങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്, അത് അവർക്കൊരു വിലയുള്ള ഒരു സാധനം, ഒരു വാല്യൂ ഉള്ള ഒരു സാധനമാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ള ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അതിൽ നിന്നാണ് ഒരു നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാവുന്നത്. പൈസ വാങ്ങി പെട്ടിയിലിടാന്നുള്ള തൃശ്ശൂർക്കാരൻ്റെ ഒരു ചിന്ത ഇവിടെ പ്രായോഗികമാവില്ല. നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ഹാർഡ് വർക്കും ഈ ചിന്തയും കൂടി ഉണ്ടാവണം. ഏത് ചിന്ത? നമ്മൾ ജനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഉൽപ്പന്നം അവന് അത് കൃത്യമായിട്ട് ഉപയോഗപ്രദമാവണം. അവൻ 100 രൂപ മുടക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള മൂല്യം അവന് കൊടുക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ തന്നെയേ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ബാലപാഠം. അതാണ് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് മിതമായ വിലയിൽ കൊടുക്കുക. ഇത് ചെയ്യാനായിട്ട് നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും, അല്ലാതെ വേറെ കുളുക്കുവിദ്യകളൊന്നും ബിസിനസ്സിലില്ല. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഉൽപ്പാദന രംഗത്ത് പ്രധാനമായിട്ട് വേണ്ടത് നല്ല തൊഴിൽ സംസ്കാരം, അതുപോലെ മാനേജ്മെൻറ്റ് എപ്പോഴും മനസ്സിൽ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് എങ്ങനെ നമ്മളൊരു വാല്യുബിൾ സാധനം ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാം, കൺസ്യൂമറിലേക്ക് എത്തിക്കാം. അപ്പോൾ കൺസ്യൂമർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അത് മിതമായ വിലയിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മുൻകാലങ്ങളിൽ വിപണി പിടിക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല. പക്ഷേ ചാനലിൽ കൂടിയുള്ള പരസ്യങ്ങളും മറ്റും വളരെ കോസ്റ്റ്ലി വളരെ ചിലവേറിയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോൾ സോഷ്യൽ മീഡിയകളുണ്ട്, മറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ വിപണനം എന്നുള്ളത് വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നതല്ല, പക്ഷേ ഉൽപ്പാദന രംഗം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട മേഖല തന്നെയാണ് ഇപ്പോഴും. അതുപോലെ അപ്ഡേറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞങ്ങളൊക്കെ കാലഹരണപ്പെട്ട ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 58 വയസ്സ്, അനിയൻ 56 വയസ്സ്. പക്ഷേ ഞങ്ങളുടെ അടുത്ത തലമുറ ഇപ്പോൾ ഇതിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മകനുണ്ട്, പീറ്ററിൻ്റെ മകനുണ്ട്. അവരൊക്കെ വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് കുറേ പുതിയ ആശയങ്ങളുണ്ടാവും, അതുപോലെ പുതിയ അപ്ഡേഷൻസ് ഉണ്ടാവും. ഒരു കുട ഈ ഇന്നത്തെ കാലത്ത് ജനറേഷൻ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് അവർക്കാണ് അത് കൂടുതൽ സാധിക്കുക. അത്തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ ഞങ്ങൾ ധാരാളം കൊണ്ടുവന്നു, ഇല്ലേ? തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് നമ്മൾ പുതിയ രീതിയിലോട്ട് മാറാൻ തുടങ്ങി. അത് മാർക്കറ്റിംഗിലായാലും പ്രൊഡക്ഷൻ രംഗത്തായാലും. ഞങ്ങളുടെ പല സുഹൃത്തുക്കളും ഞങ്ങളോട് ചോദിക്കും, നാട്ടുകാരും, 54 കൊല്ലമായിട്ട് നിങ്ങളെങ്ങനെയാണ് ഇതിൽ നിലനിന്ന് പോണേന്ന്. അതിന് ഒരൊറ്റ സമവാക്യമുള്ള അധ്വാനിക്കുക നല്ല പോലെ, സൂത്രങ്ങളൊന്നുമില്ല. സൂത്രങ്ങളിൽ കൂടെ അത് പുതിയ ജനറേഷനോട് പ്രത്യേകം അത്രയേ ഉള്ളൂ. പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും.
അത് എല്ലാ ബിസിനസ്സിലും എല്ലാ മേഖലയിലും ഉള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു അപ്പൊ മാനുഫാക്ചർക്ക്, ഒരു ഒരു ട്രേഡർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. തോന്നുന്നില്ല. പക്ഷെ ഒരു ഉൽപാദന മേഖലയിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന് നേരിടാൻ തയ്യാറാവാന്നുള്ളതാണ് വലിയ കാര്യം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ നനയാതെ മീൻപിടുത്തം നടക്കില്ല. അതിനുള്ള ആർജവം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സുഗമമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ കേരളത്തിലുണ്ട്. നിലവിൽ പീറ്റൻജോ ഡെയിലി ദിവസവും 2000 കുടകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് 2030 ആകുമ്പോഴേക്കും 5000 മുതൽ 6000 കുടകൾ ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനുള്ളൊരു സ്കോപ്പും ഇപ്പോൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കുടകൾ തികയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ വിറ്റ് പോകുന്ന അവസ്ഥ. കേരളത്തിന് ആവശ്യമായിട്ടുള്ള കുടകൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. പക്ഷേ ആ രീതിയിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് കേരളത്തിലുള്ള ജനത ബോംബെയിൽ നിന്ന് വരുന്ന കുടകൾ, വില കുറഞ്ഞ കുടകൾ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ബോംബെക്കാർ ധാരാളം കുട പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഉള്ള കുടകൾ ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോഴും അത്ര ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുട പലരും ഇവിടുന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ചില ട്രേഡർമാർ ഞങ്ങളെപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇത്തരം നല്ല കുടകൾ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്ന പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ചില പോളിസികൾ പ്രകാരം യൂറോപ്യൻ യൂണിയനായിട്ടൊക്കെ ഉള്ള ചില അടുപ്പങ്ങൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഞങ്ങളിത് അതിനുവേണ്ടി ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5000-6000 കുട ഡെയിലി പ്രൊഡക്ഷൻ എന്നുള്ളത് തികയാതെ വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം യൂറോപ്പിലും ആഫ്രിക്കയിലും, പ്രത്യേകിച്ച് ആഫ്രിക്കയ്ക്കും ഇത് വലിയ തോതിൽ, അവിടെയൊന്നും വലിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഇല്ല കുടയുടെ. അവർക്ക് വരുത്തുന്നത് റെഡി കുടകൾ ചൈനയിൽ നിന്ന് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വലിയ സ്കോപ്പ് കാണുന്നുണ്ട്. ഞങ്ങളുടെ പുതിയ ജനറേഷൻ അതിനുവേണ്ടി കാര്യമായിട്ടുള്ള ഉത്സാഹത്തിലുമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ കുട ഉണ്ടാക്കി വെച്ചിട്ട് അത് കെട്ടിപ്പൊതിഞ്ഞ് ബസ്സിലും പ്രൈവറ്റ് ബസ്സുകളിലും മറ്റും ചുവന്നു കൊണ്ടുപോയി കൊടുക്കുന്ന രീതിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കണം. ഈവൺ ഞങ്ങൾ മംഗലാപുരം വരെ എത്തിയിരുന്നു. ഇവിടെ കാസർഗോഡ് കന്യാകുമാരി വരെ ഇവിടേക്ക് എത്തും. അപ്പോൾ അത് വലിയൊരു ടാസ്ക്കായിരുന്നു അന്ന് കാലങ്ങളിലൊക്കെ. പിന്നീട് വാഹനമായി, സ്റ്റാഫായി. അപ്പോൾ ധാരാളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലോട്ട് നമ്മൾ പിടിച്ചു നിന്ന് അതിലേക്ക് എത്തുന്നത്. പല കമ്പനികളും കേരളത്തിൽ ഇല്ലാതായ സമയത്തും ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഇത്തരം ഹാർഡ് വർക്കുകളാണ്. പീറ്റൻജോ കുട തികച്ചും ജനകീയം തന്നെയാണ്. അത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത് ഇത്രയും ജനകീയമായിട്ട് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതിന് കാരണം പ്രധാനമായിട്ട് ഇതാണ്, മിതമായ വിലയിൽ ഗുണനിലവാരമുള്ള കുട കൊടുക്കണം എന്നുള്ളത്. അതെങ്ങനെ സാധിക്കണം, ഇതാണ് പ്രധാന കാര്യം. എങ്ങനെ സാധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും പ്രധാന കാര്യം ഞങ്ങൾ നേരിട്ട് പോയിട്ട് കമ്പോണൻസ് കൊണ്ടുവരാം. അതും നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് നേരിട്ട് ചൈനയിലും തായ്വാനിലും പോയിട്ട് കൊണ്ടുവരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളിത് വിൽക്കുന്നത് ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡീലർ നെറ്റ്വർക്ക്. അത് ഞങ്ങൾ ഡയറക്റ്റ് ഡീലർക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആരുമില്ല, ഡിസ്ട്രിബ്യൂട്ടർമാരില്ല, ഏജന്റ് ഇല്ല, വേറെ ആരുമില്ല. അപ്പം നേരിട്ട് ആ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഒരു കമ്മീഷൻ മാത്രമാണ് അവന് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വില പ്ലസ് ആ കമ്മീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് അവന് കിട്ടുന്നു. ആ വിലയിൽ കൊടുക്കാൻ സാധിക്കുമ്പോൾ ഇത് വില കുറയുന്നു. ഇതാണ് ഇതിൻ്റെ പ്രധാന കാരണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് മുമ്പ് ചെയ്തിരുന്ന പോലെ ചാനൽ ഇതിലും മറ്റും കാര്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചില അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ആവശ്യം സോഷ്യൽ മീഡിയയിൽ ധാരാളം. അതെ, അപ്പോൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ അത്തരം പ്ലാറ്റ്ഫോമുകളിലോട്ടുള്ള പരസ്യങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ധാരാളം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എല്ലാ തലത്തിലും ഞങ്ങൾക്ക് കോസ്റ്റ് കുറച്ച്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക, മറ്റേ മാർക്കറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ വിലയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മത്സരം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുള്ളതാണ്. മത്സരത്തെ നേരിടാതെ ഒന്നും മുന്നോട്ട് പോകില്ല. മത്സരം നേരിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് നമ്മൾ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ മത്സരത്തെ നേരിടുക? നമ്മുടെ ഉൽപ്പന്നത്തിന് ആധുനിക രീതിയിലുള്ള ടെക്നോളജി കൊണ്ടുവരണം. അതുപോലെ വ്യത്യസ്തമായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. മാർക്കറ്റ് എന്തോ ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് നീങ്ങണം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഉൽപ്പന്നം കൊണ്ട് ആളുകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയണം. ഇതാണ് മത്സരത്തെ നേരിടാനുള്ള വഴി. അല്ലാതെ എല്ലാവരും എന്നും ചെയ്യുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോയിട്ട് നമുക്കൊരു കാര്യമില്ല. അപ്പോൾ ഇന്നോവേറ്റീവായിട്ടുള്ള സംഗതികൾ നമ്മൾ കൊണ്ടുവരണം. കുടയിലായാലും ഇന്നോവേറ്റീവായിട്ട് ധാരാളം ചെയ്യാനുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു
പ്രിന്റിംഗ് മെത്തേഡ്, പുതിയൊരു പ്രിന്റിംഗ് മെത്തേഡ് തന്നെ നമ്മൾ കൊണ്ടുവന്നു. Yes, yes, yes. വൺ One ലോഗോ logo. മെത്തേഡ് എന്നാണ് അതിന് പറയുക, വൺ ലോഗോ എന്നുള്ള രീതി. എന്ന് പറഞ്ഞാൽ ഒരു 8 പാളി ചേരുമ്പോൾ ഒറ്റൊരു പ്രിന്റ്. അത് എളുപ്പമല്ല, തീരെ കുറച്ച് എളുപ്പമല്ല. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു Method പ്രിന്റിംഗ് ആണത്. മെത്തേഡാണ്. കാരണം പ്രിന്റ് ചെയ്ത് തുണിയിൽ പ്രിന്റ് ചെയ്ത് ഓരോ പാളികളായിട്ട് കട്ട് ചെയ്ത് ആ പാളികൾ 8ഉം ചേരുമ്പോൾ മാത്രമാണ് അതൊരു ലോഗോ ആയിട്ട് അത് മാറുന്നത്. പുതിയ തലമുറയ്ക്ക് വളരെ അത് തൃപ്തിയായിട്ടുള്ള ഒരു വളരെയധികം പ്രോഡക്റ്റ് സ്വീകാര്യമായി. ആയിരുന്നു, നമ്മുടെ സ്വീകാര്യമായിരുന്നു. കേരളത്തിലുള്ള കൺസ്യൂമേഴ്സ് അതിനെ ധാരാളം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കുടയിൽ കൊണ്ടുവരാൻ തന്നെ ചെയ്യണം. ഇപ്പോൾ 5 ഫോൾഡ് കുട എനിക്ക് തോന്നുന്നു ഞങ്ങളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീടാണ് അതിൻ്റെ ചുവട് പിടിച്ചിട്ട്, അന്ന് 5 ഫോൾഡ് കുട വരുമ്പോൾ മലയാളി അത്തരം അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം ഈ കുടയ്ക്ക് അതിനുള്ള ആരോഗ്യമുണ്ടോ, അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പക്ഷെ അത് ലൈറ്റ് വെയിറ്റ് കുടകൾ. അതെ, പക്ഷെ അതിനെ നന്നായി ബ്രാൻഡ് ചെയ്ത ഒരു കമ്പനി വന്നപ്പോൾ അത് വളരെ സ്വീകാര്യതയിലേക്ക് വന്നു. പക്ഷെ അത് മലയാളിക്ക് ഗുണം ചെയ്തു. അത്തരത്തിൽ ധാരാളം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളിലും ചെയ്യാനുണ്ട്, കുടയിലും ധാരാളം അങ്ങനെ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്ര കമ്പനികൾ കേരളത്തിലുണ്ടായിരുന്നു, ധാരാളം പേരെടുത്ത കമ്പനികളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പിന്നാക്കം പോയി. കാരണം അവർ നാടോടുമ്പോൾ നടുവിൽ കൂടെ ഓടാന്നുള്ള രീതി അവർ സ്വീകരിച്ചില്ല. അവർ ആ പഴയ രീതിയിൽ കുട എന്ന് പറയുന്ന ഒരു പാരമ്പര്യ ഉൽപ്പന്നമല്ലേ എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടാണ് അവരൊക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവാൻ കാരണം. നമ്മളതല്ല ചിന്തിച്ചേ, എങ്ങനെ ഇന്നോവേറ്റീവായിട്ട് അല്ലെങ്കിൽ പുതുമയുള്ള സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം. 5 ഫോൾഡ് കുട അതിൽ നിന്നുണ്ടായതാണ്. അതുപോലെ തന്നെ 3 ഫോൾഡ് കുട ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് ആ ഒരു കുടയുടെ ഭാരം ഒന്നും നമുക്ക് തോന്നില്ല, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കുടയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ നമ്മൾ കൊണ്ടുവന്നാൽ നമുക്ക് മത്സരത്തെ നേരിടാൻ സാധിക്കും. ഇപ്പോൾ കുടകളുടെ ഇന്നോവേറ്റീവ് കുടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാനുള്ള കുട കൊണ്ടുവന്നിട്ടുണ്ട്, ബ്ലൂടൂത്ത് ഉള്ള കുട കൊണ്ടുവന്നിട്ടുണ്ട്, ലൈറ്റുള്ള കുടകളുണ്ട്, ലൈറ്റുള്ള കുട കൊണ്ടുവന്നിട്ടുണ്ട്, ടോർച്ച്, കുടക്കകത്ത് ടോർച്ചുള്ള കുട. പക്ഷെ അതൊന്നും സത്യം പറയുകയാണെങ്കിൽ യൂസ്ഫുൾ അല്ല. ഒരു പരസ്യത്തിന് ചെയ്യാന്നുള്ളൂ. ജനശ്രദ്ധ ആകർഷിക്കാം, ബ്രാൻഡിങ് നടക്കാനായിട്ട് അതിനെ ഉപകരിക്കും. അതെ അതെ അതെ, അത് കോസ്റ്റ്ലി കുടകളുമാണ് അങ്ങനെ വരുമ്പോൾ. പക്ഷെ നമുക്ക് അതല്ലാതെ തന്നെ നല്ല ഇനം കുടകൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മുടെ സാധാരണ ജനത്തിന് എങ്ങനെ മിതമായ വിലയിൽ നിന്നുകൊണ്ട്, അതേപോലെ കുറെ ഫാഷനബിൾ ആയിട്ടുള്ള കുടകളും പുതിയ യൂത്തിന് പറ്റുന്ന കുടകളും ഞങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് കുട്ടികൾ ഞങ്ങളുടെ ഫാൻസാണ്, ഞങ്ങളുടെ കുടയുടെ ഫാൻസുകളാണ്. കാരണം എല്ലാ വർഷവും ഞങ്ങൾ കുട്ടികൾക്കായിട്ട് പുതുമയായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള കുടകൾ കൊണ്ടുവരും. നോവൽറ്റിയുള്ള കുടകളുണ്ട്. അതെ അതെ, എന്തെങ്കിലും പുതുമകൾ അതിൽ ഞങ്ങൾ ചേർത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഡിസൈൻസ്, എന്തെങ്കിലും ഡിസൈൻ. ഒരുപോലെ ഞങ്ങൾ ഇറക്കിയത് ടിൻറ്റുമോൻ കുടകൾ, എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ ടിൻറ്റുമോൻ്റെ കോമഡീസ് പ്രിൻ്റ് ചെയ്തിട്ട് അത് ഭയങ്കര ആകർഷണമായിരുന്നു. എല്ലാ കുട്ടികളും അത് ചോദിച്ചു വാങ്ങായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ആ കുടയൊന്നും തികഞ്ഞില്ല കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ മങ്കിപ്പൻ, കുടയ്ക്കൊപ്പം ഒരു മങ്കിപ്പൻ കൊടുത്തത് ഞങ്ങളായിരുന്നു. പിന്നീട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു കുടയ്ക്കൊപ്പം മോജോ എന്ന് പറയുന്ന ഒരു കുട, ആ കുടയ്ക്ക് ഒരു ധാരാളം പ്രത്യേകതകളുള്ള കുട, വൺ ലോഗോ കുടയാണ്. അത് ഒറ്റ കുടയിൽ ഒറ്റ പ്രിൻ്റായിട്ട് ഒറ്റൊരു കാർട്ടൂൺ. അപ്പോൾ അതിൽ വലിയ വലിയ അവർ ഇഷ്ടപ്പെടുന്ന എല്ലാ കാർട്ടൂണുകളും അതിൽ ഒറ്റ സൈസിൽ വരും, ഒരു പാളിയിലല്ല, മൊത്തം ഒരു കുടയിൽ. അപ്പോൾ അത് അവർക്ക് വളരെ ആകർഷണീയമുള്ളതായിരുന്നു. അതുപോലെ ആ കുടയ്ക്കൊപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു സ്മാർട്ട് വാച്ചായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫിറ്റ് ആൻഡ് ജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ ഫാനുകളാണ് ശരിക്കും. ഫിറ്റ് ആൻഡ് ജോ കുട എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഒരു വർഷം പറഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോൾ അവർ ഫിറ്റ് ആൻഡ് ജോയിൽ നിന്ന് അടുത്ത ഈ വർഷം എന്താണ് പ്രത്യേകത, അത് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താ അവർക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കുട്ടികളുടെ ഒരു രീതി. കുടയുടെ ഇനങ്ങളിൽ A to Z ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കുട മുതൽ കുട്ടികളുടെ കുട, 2 ഫോൾഡ് കുട, 3 ഫോൾഡ് കുട, 5 ഫോൾഡ് കുട, ജെൻസ് കുടകൾ. ഇനി ജെൻസ് കുടയിൽ തന്നെ ഗോൾഫ് ടൈപ്പ് കുടകൾ, കാറിൻ്റെ പുറകിൽ വയ്ക്കാവുന്ന വലിയ ഇനം കുടകൾ. അതുകൂടാതെ ഞങ്ങൾ വഴിയോര കച്ചവടക്കാർക്കായിട്ട് അവർക്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് വലിയ ബീച്ച് അംബ്രലകൾ, ഗാർഡൻ അംബ്രലകൾ, വെറൈറ്റി ഗാർഡൻ അംബ്രലകൾ, പിന്നെ റിസോർട്ടുകളിലേക്ക് വേണ്ട രീതിയിലുള്ള കുടകൾ, ടിൽറ്റ് ചെയ്യാൻ പറ്റാവുന്ന കുടകൾ. ഇനി അതുപോരാതെ തൃശ്ശൂരാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പല കുടകളാണ്. ആ അമ്പലക്കുടകൾ, വർണ്ണക്കുടകൾ, മുത്തുകുടകൾ, അത് ഹാൻഡി ആയിട്ടുള്ള കുടകളുണ്ട്, വലിയ ആനപ്പുറത്ത് വയ്ക്കാവുന്ന കുടകളുണ്ട്. ഇനി അത് കൂടാതെ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള കുടകൾ, നെറ്റൊക്കെ പിടിപ്പിച്ച് വൈറ്റ് കുടകൾ, അതിൻ്റെ ഒരു വെറൈറ്റികൾ അത് വേറെ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സെറ്റ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നമ്മൾ 136 വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ A to Z അതാണ് ഫിറ്റ് ആൻഡ് ജോ.
പീറ്റാൻജോയിൽ വന്നാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കുടകളും ലഭ്യമാണ്. ഏത് ആവശ്യത്തിനും പറ്റിയ കുട ഏത് ആണെങ്കിൽ വെറൈറ്റി പീറ്റാൻജോ, കുട ആണെങ്കിൽ പീറ്റാൻജോയിൽ വന്നാൽ മതി. പീറ്റാൻജോ അതിനുള്ള മാർഗം കണ്ടെത്തിയിരിക്കും. ഇനി കസ്റ്റമൈസ് ചെയ്ത കുടകളാണെങ്കിൽ അത് അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങളുടെ കുടകളും പീറ്റാൻജോ കുടകൾ വിൽപ്പന നടത്തുന്നുണ്ട്. പക്ഷെ ഓൺലൈനിലുള്ള ഒരു അപകടം എന്ന് പറയുന്നത് കമ്പനിക്കാർ നേരിട്ട് വിൽക്കുന്ന കുടകളല്ല ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഓൺലൈനിൽ ട്രേഡർമാരാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അത് കുട ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് കുടകളാണ്. അത് ഒരിക്കലും ഗുണനിലവാരമുള്ളതായിരിക്കില്ല. ആ പ്രൈസിങ്ങിനനുസരിച്ചുള്ള ഗുണനിലവാരം അതിനുണ്ടാവില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രാൻഡഡ് കുടകൾ, കമ്പനി നേരിട്ട് വിൽക്കുന്ന കുടകൾ, അത് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവും, മിതമായ വിലയിൽ അത് കിട്ടുകയും ചെയ്യും. കേരളത്തിൽ മാത്രം 2000-ഓളം വരുന്ന ഡീലർമാരിൽ കൂടിയാണ് ഞങ്ങളുടെ വിൽപ്പന നടക്കുന്നത്. അപ്പോൾ ഡീലർ നെറ്റ്വർക്ക് ഞങ്ങളുടെ വളരെ സ്ട്രോങ് ആണ്. ഡീലർമാരാണ് ഞങ്ങളുടെ നട്ടെല്ല്. ആ ഡീലർമാരിൽ കൂടിയാണ് ഈ പറഞ്ഞ ഞങ്ങളുടെ വിൽപ്പനയുടെ 90% ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ കേരളത്തിന് പുറത്തുള്ള സെയിൽ ഞങ്ങൾക്കുണ്ട്. പിന്നെ കുറച്ചൊരു ഓൺലൈൻ സെയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഡീലർ നെറ്റ്വർക്ക് വർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് അവരാണ് ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ താങ്ങി നിർത്തുന്നവർ അവരാണ്. അതാണ് ഞങ്ങളുടെ 90% വിൽപ്പന അവരിൽ കൂടി നടക്കുന്നത്. 2000-ഓളം ഏതാണ്ട് 2000-ഓളം വരുന്ന ഡീലർ നെറ്റ്വർക്കാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിന് പുറത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും ശക്തിയായിട്ടുള്ള മഴയില്ല, കാറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഗുണനിലവാരമുള്ള കുടകൾ അവിടേക്ക് അത്ര ആവശ്യകതയില്ല. എങ്കിൽ പോലും മലയാളികൾ ഉള്ളിടത്തൊക്കെ പീറ്റാൻജോ ചോദിച്ചു വരും. പ്രത്യേകിച്ച് കർണാടകയുടെ കോസ്റ്റൽ, കേരളത്തിൻ്റെ ഈ കിഴക്കൻ ബോർഡർ, കോയമ്പത്തൂർ പോലെയുള്ള സ്ഥലങ്ങൾ, അവിടങ്ങളിലൊക്കെ വലിയ ഡിമാൻഡാണ്. അതുപോലെ ബോംബെയിൽ താമസിക്കുന്ന മലയാളികൾ, ഇവരെല്ലാം പീറ്റാൻജോ ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗങ്ങളിലേക്കുള്ള ഡീലർമാരെ കണ്ടെത്തുകയും അത്തരത്തിലുള്ള വിൽപ്പന ഞങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനക്കുട്ടിയെ ലോകമാക്കാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. ആനക്കുട്ടി എന്ന് പറയുന്നത് ആന തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആന പൂരം, തൃശ്ശൂർ, ആന, ഇത് എല്ലാം ചേർത്ത് വയ്ക്കാവുന്നതാണ്. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു രസകരമായുള്ള ഒരു മാസ്കോട്ട്, അതാണ് ഞങ്ങളതിൽ ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യം, ആനയ്ക്ക് വലിയൊരു സിമ്പലുണ്ട്. ആന സ്ട്രെങ്ത്തിൻ്റെ ആളാണ്. ഞങ്ങളുടെ കുടയും സ്ട്രെങ്തി ആയിട്ടുള്ള കുടകളാണ്. അപ്പോൾ പീറ്റാൻജോ ആനയായിട്ട് ബന്ധപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അത് കുട്ടികളെ ഒരുപാട് ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത്തരത്തിലുള്ള കാർട്ടൂണുകൾ ധാരാളം ഉണ്ടാക്കി കുട്ടികളിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഒരു സമയത്ത്. അത് കാര്യമായി അത് ഫലം ചെയ്തു. ആനക്കുട്ടിയുടെ ലോഗോ കാണുമ്പോൾ ഇപ്പോഴും ആളുകളുടെ സംശയം ഇത് പ്യൂമയല്ലേ എന്നുള്ളതാണ്. ഞങ്ങൾ പ്യൂമയെന്നാണ് പീറ്റാൻജോയിലോട്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പീറ്റാൻജോയ്ക്ക് ഈ സിമ്പിൾ ഞങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ആനക്കുട്ടി തന്നെയാണ് ഞങ്ങളുടെ ലോഗോ ഇപ്പോഴും. കുട വാങ്ങുന്നവർ നല്ല ശ്രദ്ധയോടെ കുട വാങ്ങണം. കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ട്. നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ശക്തിയായിട്ടുള്ള മഴയും ശക്തിയായിട്ടുള്ള കാറ്റൊക്കെയുള്ള സ്ഥലമാണ്. ഈ അടുത്ത കാലത്ത് കൽക്കട്ടയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ ധാരാളം കുടകൾ വരുന്നുണ്ട്. വില കുറഞ്ഞത്. അതെ. അതിൻ്റെ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട ചിലപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. പക്ഷേ ഒന്ന് വാങ്ങേണ്ടടുത്ത് 3-4 കുട വാങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുടകൾ തന്നെ, ബ്രാൻഡഡ് കുടകൾ നോക്കി വാങ്ങാന്നുള്ളതാണ് അതിൽ കാര്യം. അതല്ലെങ്കിൽ എന്താണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള മഴ വരുമ്പോൾ ആദ്യം ആ തുന്നലുകളൊക്കെ ഒന്ന് വിടും. അത് കഴിഞ്ഞ് ആ മെയിൻ ഷാഫ്റ്റ് വളയും, കമ്പിയൊടിയും, പലതും ഉണ്ടാവും. കാരണം അവിടെ ഉണ്ടാക്കുന്നവർക്ക് ഈ ഇവിടുത്തെ പോലെ കാറ്റും മഴയൊന്നുമില്ല. അപ്പൊ അവനത് നോക്കിയിട്ടല്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾക്ക് ശക്തിയായിട്ടുള്ള മഴയും കാറ്റും. അപ്പൊ നമ്മള് നിർമ്മാതാക്കള് കാണുന്നത് എങ്ങനെ ഇതിനെ നേരിടാനുള്ള കുടകൾ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും വില കൂടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു 350 രൂപയ്ക്ക് കിട്ടുന്ന കുടയ്ക്ക് പകരം 200-250 ചെന്ന് വാങ്ങും. അതിനും ഒരു MRP ഒന്നും മാർക്കറ്റിലില്ല. അത് ഡീലർ അല്ലെങ്കിൽ കച്ചവടക്കാരൻ 300 വിൽക്കാവും, 350 വിൽക്കും. അപ്പൊ അത് നോക്കി വാങ്ങേണ്ട ഡ്യൂട്ടി കൺസ്യൂമർ. അതാണ് അതിൽ കാര്യം. ഒന്ന് വാങ്ങേണ്ടടുത്ത് 3-4 കുട വാങ്ങേണ്ട അവസ്ഥ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇനി വെയിലത്ത് ചൂടുന്ന കുടകളുടെ കാര്യങ്ങളായിട്ട് ഇപ്പൊ നമ്മള് അതിന്റെ കോട്ടിങ് ചെയ്യുന്നത് നല്ല കോട്ടിങ്ങാ. അത് 2+1 കോട്ടിങ്ങാ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവര് കൽക്കട്ടയിൽ നിന്നും ബോംബെ നിന്നും വരുന്ന കുടകളിലെ ഒരു ചെറിയൊരു കോട്ടിങ്, നമ്മൾ പറയും പുകടിച്ചോണം എന്ന് പറയും, അതുപോലെയുള്ള ഒരു കോട്ടിങ്ങാ അവര് ചെയ്യുന്നത്. അപ്പൊ വെയിലത്ത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ കോട്ടിങ്ങിന്റെ ഗുണം നഷ്ടപ്പെടും. അപ്പോൾ പെൺകുട്ടികളൊക്കെ പിന്നെ കളറില്ലാതെ, അതായത് അവര് സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കുട ചൂടുന്നത്. ഈ അൾട്രാവയലറ്റ് രശ്മി കടക്കാത്ത കുട ചൂടുന്നത്. അപ്പൊ ഈ അൾട്രാവയലറ്റ് രശ്മി കടക്കാതിരിക്കണമെങ്കിൽ അതിന്റെ കോട്ടിങ് ഈ പറഞ്ഞ രീതിയിലായിരിക്കണം. അത് മലയാളി നിർമ്മാതാവിന് അത് അറിയുള്ളൂ. അപ്പൊ കുട്ടികൾ സൗന്ദര്യ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യത്തില് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഉണ്ടാവാൻ പോണത്.
അതെ, ഈ 200 രൂപയ്ക്ക് കുറഞ്ഞ കുടയും മേടിക്കുക, സൺസ്ക്രീനും തേച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ, അതെ. ആ. ഈ കുട വെയിലിന് ഉപയോഗിക്കുമ്പോൾ നല്ല കോട്ടിങ്ങുള്ള, നല്ല സിൽവർ കോട്ടിങ്ങുള്ള കുട തന്നെ അത് ഉപയോഗിക്കണം. ബ്രാൻഡ് സാധനം നമ്മളൊക്കെ മേടിക്കും. ഉപയോഗിക്കുന്ന UPF 40 കോട്ടിങ്ങാ. അത് അത് 2+1 ആണ്. ഒരു 1 ബേസ് കോട്ട് അടിച്ചിട്ട് സിൽവർ അതിന് കോട്ടിങ് മേലെ 2 സിൽവർ കോട്ടിങ് ചെയ്യുമ്പോഴാണ് ഒരു നല്ല കോട്ടിങ് ആവുന്നത്. ഇത് കൊൽക്കത്തയിൽ നിന്നും ബോംബെ നിന്നൊക്കെ വരുന്ന കുടകളിൽ ഒരു പുക പോലെയാണ് അവർ ഒരു കോട്ടിങ് നടത്തുക. ആ കോട്ടിങ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേക്കും 1-2 ആഴ്ചയ്ക്ക് അതും പോവുകയും ചെയ്യും. ഈ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കുടയുടെ ആ ഫലപ്രാപ്തിയാവില്ല. പ്രാപ്തിയിലാവൂല. നിങ്ങളുടെ ബ്രാൻഡുകൾക്ക് പരസ്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് ഇപ്പോൾ കുട എന്ന് പറയുന്നത്. കുടയിൽ പരസ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിനൊരു റിസൾട്ടും ഉണ്ടാകും.